മാത്രമല്ല, സുനിൽ മാഷിൻ്റെ ഒരു പ്രസംഗത്തിന് ശേഷം പ്രസംഗിക്കാൻ ക്ഷണിക്കുക എന്ന് പറയുന്നത് പോലും വലിയ അപരാധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ OLF-ൻ്റെ ഒരു ഡയറക്ടർ എന്ന സാങ്കേതികപരമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, വെറുതെ ഈ സെഷൻസിൻ്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് DYFI സംഘടിപ്പിച്ച യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായി ഇരിക്കാനും ഒരവസരമുണ്ടായിരുന്നു. അത് പക്ഷേ ഗൗരവമായ ഒരു ചുമതലയായിരുന്നു. ഏതാണ്ട് 250-ലധികം ആളുകൾ ഗസ്റ്റുകൾ പങ്കെടുത്ത ആ ഫെസ്റ്റിവൽ നല്ല നിലയിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു വന്ന വലിയൊരു ആത്മവിശ്വാസത്തിന് ഉണ്ട്. സാഹിത്യോത്സവം എന്ന പേര് മലയാളിക്ക് പരിചിതമായിട്ട് ഏതാണ്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്നതൊക്കെ പുസ്തകോത്സവങ്ങളാണ്. അത് സുനിൽ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുസ്തക കച്ചവടത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ സാഹിത്യോത്സവങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എഴുത്തുകാരെ, അവരുടെ സംസാരങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച എഴുത്തുകാരെ കേൾക്കാനും അവരോട് തുറന്ന് സംവേദിക്കാനുമുള്ള വലിയ വേദികൾ ഒരുക്കുന്നുണ്ട് എന്നതാണ്. ദീർഘകാല പ്രവാസിയായിരുന്ന എനിക്ക് മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരെയും കാണാനോ അവരുടെ ശബ്ദം കേൾക്കാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ബഷീറിനെ കണ്ടിട്ടില്ല, OV വിജയനെ ഞാൻ കണ്ടിട്ടില്ല, കോവലിനെ കണ്ടിട്ടില്ല, മാധവിക്കുട്ടിയെ കേട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ വലിയ എഴുത്തുകാരെയൊക്കെ കാണാൻ കഴിയാതെ പോയ ഒരിടത്തു നിന്ന് പിൽക്കാലത്ത് സാഹിത്യോത്സവങ്ങൾ വന്നതോടുകൂടി ബുക്കർ സമ്മാന, പുലിസ്റ്റർ സമ്മാന, നോബൽ സമ്മാന ജേതാക്കളെ പോലും നമുക്ക് അടുത്ത് കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനുമുള്ള വലിയ അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രവാസ ഭൂമിയിലായിരിക്കുന്ന നിങ്ങൾക്കും ഇത്തരത്തിൽ OLF പോലെ ഒരു ഫെസ്റ്റിവൽ കൊണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച സുനിൽ മാഷിനെ പോലെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം ഒക്കെയാണ് സാഹിത്യോത്സവം ഒരുക്കുന്നത്. സാഹിത്യോത്സവങ്ങളുടെ ബാഹുല്യത്തെക്കുറിച്ച് വലിയ പരാതി കേരളത്തിലുടനീളം ഉണ്ടാകുന്നുണ്ട്. എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഇപ്പോൾ സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ് എന്ന്. ആ ബാഹുല്യത്തെ നമ്മൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാ സാഹിത്യോത്സവങ്ങളും ഇന്നോളം നടത്തപ്പെട്ട, ഇനി വരുകാലത്ത് അറിഞ്ഞുകൂടാ, ഇന്നോളം നടത്തപ്പെടുന്ന എല്ലാ സാഹിത്യോത്സവങ്ങളും സെക്യുലർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവനവൻ്റെ കൂടാരങ്ങളിലേക്ക് വല്ലാതെ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാത്രം കൂട്ടായ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ പരസ്പരം ചേർന്നിരിക്കാനുള്ള ഏത് വേദികളും സ്വീകരിക്കപ്പെടേണ്ടതും അതിനെ അഭിനന്ദിക്കപ്പെടേണ്ടതുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യോത്സവങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, സാഹിത്യോത്സവങ്ങൾ പലതര ലക്ഷ്യങ്ങൾ കൊണ്ടാണ് നടത്തപ്പെടുന്നത് എങ്കിൽ പോലും ഓർമ്മ പോലെയുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ മുമ്പേ സൂചിപ്പിച്ച DYFI പോലെയുള്ള സംഘടന ഒരു സാഹിത്യോത്സവം നടത്തുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും രാഷ്ട്രീയ ബോധ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരാളെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നും ഏതുതരം ആശയങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം സെക്യുലർ ഫെസ്റ്റുകൾ നടത്തുന്നത് എന്ന ഒരു ബോധ്യവും നമുക്ക് ഉണ്ട്. ഇന്ത്യ അപകടകരമായ ഒരു രാഷ്ട്രീയ സന്നിഗ്ധ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈവിധ്യങ്ങളുടെ ആഘോഷം നടത്തുക എന്നത് ജനാധിപത്യ സ്നേഹികളായ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് ഓരോ സാഹിത്യോത്സവങ്ങളും സംഘടിപ്പിക്കുന്നത്. ഓർമ്മ സംഘടിപ്പിക്കുന്ന ആ സാഹിത്യോത്സവത്തിന് നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ പോലും
ഏറ്റവും വലതുപക്ഷ ചിന്തകളെ ഒഴിവാക്കിയാൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ഓരോ ശബ്ദങ്ങളെയും കേൾക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അന്യമായതിനെയെല്ലാം ഉപേക്ഷിച്ച് അതിനെയെല്ലാം അപ്പുറത്ത് നിർത്തി മാത്രമല്ല, നമുക്ക് കേൾക്കാൻ സാധ്യമാവുന്ന എല്ലാ ശബ്ദങ്ങളെയും ഒൽപ്പിച്ച് നിർത്തുന്ന ഒരു സാധ്യത കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇവയിലുടനീളമുള്ള 90-ലധികം സർഗാധരരായ എഴുത്തുകാരെ അവരുടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവലിൽ ഈ രാത്രി ഈ സമയത്ത് പോലും നിങ്ങൾ കേൾക്കാൻ കൂടിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആഹ്ലാദമാണ്. എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതൊന്ന്, ഇത്തരം പൊതുവിടങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടി കൊണ്ടുവരാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്നതാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഓടിക്കളിച്ചു. ചിലപ്പോൾ മാഷ് അവിടെ കവിത ചൊല്ലിയപ്പോൾ നമുക്കൊരല്പം ആ കുട്ടികളുടെ ഒട്ടം അലോസരമുണ്ടാക്കിയെങ്കിൽ പോലും ആ കുട്ടികൾ ഇവിടെ വരികയും പരസ്പരം കാണുകയും മിണ്ടുകയും ഇഴകിച്ചേരുകയും അതിലൂടെ ഉണ്ടാവുന്ന ഒരു പുതിയ സംവേദം ശക്തി അവരുടെ ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവനവൻ്റെ കൂടാരത്തിലേക്ക്, അവനവൻ്റെ ജാതിയിലേക്ക്, അവനവൻ്റെ വർഗത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സമൂഹത്തിൽ അവരനെ കാണാനും അവരനെ മനസ്സിലാക്കാനും അവനെ പേടിക്കാതെ ഇരിക്കാനുമുള്ള ഒരു വലിയ ബാധ്യത നമ്മുടെ കുട്ടികളിൽ നമ്മൾ ചൊരിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കുറച്ചു കാലം മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ കുട്ടി ഇന്നേ വരെ ഒരു മുസ്ലിമിനെ അടുത്ത് കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു കുട്ടി ഭാവിയിൽ മുസ്ലിം നാമധാരിയായ, മുസ്ലിം വേഷധാരിയായ ഒരാളെ ഭയക്കുന്നുവെങ്കിൽ അതിൽ കുറ്റമൊന്നും പറയാനില്ല. യുവാൽ നോഹ ഹരാരി പറയുന്നുണ്ട്, നമുക്ക് അന്യമായ എല്ലാത്തിനെയും വെറുക്കാനോ ഭയക്കാനോ ഉള്ള ഒരു ത്വര മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഉള്ളിലുണ്ട് എന്ന്. അത് അവൻ്റെ ഗുഹാവാസ ജീവിതത്തിനിടയിൽ നിന്ന് അവന് വീണ് കിട്ടിയതാണ്. അവൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി തനിക്ക് അന്യമായ എല്ലാത്തിനെയും, തൻ്റെ രൂപമല്ലാത്ത, തൻ്റെ വേഷമല്ലാത്ത, തൻ്റെ നിറമല്ലാത്ത എല്ലാത്തിനെയും വെറുക്കാനുള്ള ഒരു ത്വര അവൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. പരസ്പരമുള്ള കൂടിച്ചേരലുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അഗാധമായി നിറഞ്ഞു നിൽക്കുന്ന ആ ത്വരയിൽ നിന്ന്, ആ ഭീതിയിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ കഴിയുക. അവരെ നിരന്തരം കാണുന്നതിലൂടെ, പരിചയിക്കുന്നതിലൂടെ ആണ് അവൻ നമ്മുടെ ശത്രുവല്ല, അവൻ നമ്മുടെ മിത്രമാണ് എന്ന്, നമ്മളെപ്പോലെ ഒരു സാധാരണ ജീവി മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അകലങ്ങളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശത്രുവാകുന്നത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിയെ കാണുമ്പോൾ പാകിസ്ഥാൻ എന്തോ ശത്രുവാണ്, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുവാണ് എന്ന് തോന്നുന്ന ഒരു പ്രതീതി നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ജനിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മധ്യ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ആളാണ്. ഞാൻ കണ്ണൂരിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് ചോദിക്കും, കണ്ണൂരോ? സൂക്ഷിക്കണം കേട്ടോ, വലിയ അപകടം പിടിച്ച സ്ഥലമാണ്. കണ്ണൂർ ചെല്ലുമ്പോഴാണ് എന്തുമാത്രം സ്നേഹമുള്ള മനുഷ്യരാണ് അവിടെ എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. നിങ്ങൾ ഈ ഗൾഫ് ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഒരു പാകിസ്ഥാനി നമ്മളെപ്പോലെ സാധാരണക്കാരനാണെന്നും ഒരുപക്ഷെ നമ്മളെക്കാളധികം സ്നേഹമുള്ള മനുഷ്യരാണ് അവരെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അവരോട് കൂടുതൽ ഇടയിൽ ചേരുമ്പോഴാണ് എത്ര സ്നേഹത്തോടുകൂടി, സൗഹൃദത്തോടുകൂടി ആണ് അവർ സംസാരിക്കുന്നത്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഒരു ജനതയെ നോക്കിക്കൊണ്ട് അവരനായി സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് നമ്മൾ മനുഷ്യരെ പരസ്പരം ചേർന്നിരിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത്തരം പൊതുവിടങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പൊതു എന്ന വാക്ക് തന്നെ കേരള നവോത്ഥാന സൃഷ്ടിയാണ് എന്ന് നമുക്കറിയാം. പൊതുവഴി, പൊതുയിടം, പൊതുയോഗം, പൊതുമുതൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ മുഴുവൻ വെറുതെ നമുക്ക് ആരും സമ്മാനിച്ചതല്ല എന്നും, വലിയ സമര പാരമ്പര്യങ്ങളിൽ നിന്നും, നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളിൽ നിന്നുമൊക്കെ മനുഷ്യൻ ആർജിച്ചെടുത്തതാണ് എന്നും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ഈസ് അവർ തേർഡ് പേരന്റ് എന്ന് പറയുന്ന ഒരു വാചകം തുടങ്ങുന്ന ഒരു നോവലുണ്ട്. ബ്രൈറ്റ്സ്മാൻ ഗാർഡൻ എന്ന് പറയുന്ന
ഒരു നോവലിന്റെ തുടക്കം തന്നെ ഹിസ്റ്ററി ഈസ് അവർ തേർഡ് പേരന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചരിത്രം നമ്മുടെ മൂന്നാമത്തെ രക്ഷകർത്താവാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ചരിത്രബോധ്യം ഇല്ലായ്മയാണ് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി ഞാനെപ്പോഴും കാണുന്നത്. നമ്മൾ ഇന്നോളം നടന്നു വന്ന വഴികൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു ബോധ്യമില്ലാതിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഓഷ്വിറ്റ്സിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം നമുക്ക് വീണ്ടും ഓർമ്മ വരുന്നത്. ഓഷ്വിറ്റ്സ് സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒരിക്കലുണ്ടായിട്ടുണ്ട്. അതിന്റെ കവാടത്തിൽ ജർമ്മൻ എഴുത്തുകാരനായ ജോർജ് സായന്തനയുടെ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദോസ് ഹു ഡു നോട്ട് റിമെമ്പർ ദ പാസ്റ്റ് ആർ കണ്ടംഡ് ടു റിപ്പീറ്റ് ഇറ്റ്. ചരിത്രത്തെ ഓർമ്മിക്കാത്തവർ അത് ആവർത്തിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ വാചകം. നമ്മൾ ഇന്നോളം എത്തി ഈ കൂടിയിരിപ്പിൽ, ഈ ചേർന്നിരിപ്പിൽ നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഈ നടന്ന പാതയിലെല്ലാം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നടക്കേണ്ടി വരും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ ബോധ്യം നമ്മുടെ അനന്തര തലമുറകൾക്ക്, കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ ജാതിയുടെ മതത്തിന്റെ കൂടാരങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവുകയും അവരെ വെറുക്കാൻ ശീലിക്കുകയും ചെയ്യും. സാഹിത്യോത്സവങ്ങൾ അത്ര ഗൗരവമുള്ള കാര്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഓർമ്മ നടത്തുന്ന ഈ സാഹിത്യോത്സവത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. വരും കാലത്ത് കൂടുതൽ ഗൗരവത്തോടുകൂടി ഈ സാഹിത്യോത്സവം നടത്താൻ, വൈവിധ്യമാർന്ന ശബ്ദങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, ആ ശബ്ദങ്ങളെ മുഴുവൻ കേൾക്കാൻ, സഹിഷ്ണുതയോടുകൂടി കേൾക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് കൂടുതൽ കൊണ്ടുവരാനും അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാനും, പ്രത്യേകിച്ച് യുവാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് മയക്കുമരുന്നുകൾക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവത്വത്തെ വളരെ ഗൗരവമായ ഒരു ജീവിത പരിസരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടി ഇത്തരം കൂട്ടായ്മകൾ ഇടയാവട്ടെ, ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് OLFന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.